സോളിഡാരിറ്റി മാർച്ചിൽ സൗദിയും UAEയും കരിമ്പട്ടികയിൽപ്പെടുത്തിയ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രം ഉയർത്തിയതിൽ വിമർശനവുമായി സമസ്ത AP വിഭാഗം. വഖഫ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സമസ്ത. സംഘടനാ മുഖപത്രമായ സിറാജിലാണ് വിമർശനം. മുഹമ്മദ് ഷഹീദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇതിന് ആസ്പദമായ സംഭവം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി വഖഫ് നിയമ ബില്ലിനെതിരെ, പുതിയ നിയമത്തിനെതിരെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വലിയ പോലീസുമായി ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ മാർച്ചിനിടയിൽ സോളിഡാരിറ്റി ഉയർത്തിക്കാണിച്ച ചില ചിത്രങ്ങൾ, അതാണ് ഇപ്പോൾ വിമർശന വിധേയമായിരിക്കുന്നത്. അതായത് ഈജിപ്ത് കേന്ദ്രമായി പ്രവർത്തിച്ചിരിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളായ ഹസനുൽ ബന്ന, മുഹമ്മദ് കുത്തുബ് തുടങ്ങിയ നേതാക്കന്മാരുടെ ചിത്രം ഈ പ്രതിഷേധത്തിനിടയിൽ ഈ സോളിഡാരിറ്റി എന്ന സംഘടനാ പ്രവർത്തകർ, SI, അവരുടെ വിദ്യാർത്ഥി സംഘടന SIO ഉണ്ടായിരുന്നു, അവർക്ക് ഉയർത്തി കാണിച്ചു. ഇതിനെതിരെയാണ് സമസ്ത AP വിഭാഗം മുഖപത്രമായ സിറാജ് രൂക്ഷമായ വിമർശനം മുന്നോട്ട് വെക്കുന്നത്. അതായത് ലോകരാജ്യങ്ങൾ, ഈജിപ്ത്, UAE, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീകരവാദികളായി കണ്ടെത്തി അവിടെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ള സംഘടനയാണ് ബ്രദർഹുഡ്. 1966 അന്നത്തെ ഈജിപ്ത് പ്രസിഡന്റായിരുന്ന ജമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പിന്നീട് ഹസനുൽ ബന്നയെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആ രീതിയിൽ ലോകം കാണുന്ന സംഘടനാ നേതാക്കന്മാരുടെ ചിത്രം എന്തിനാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിനെതിരെ എന്തിനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കാണിച്ചത്? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ബ്രദർഹുഡിൻ്റെയും ആശയധാരകളൊക്കെ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഐക്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. അതൊക്കെ അവരുടെ സംഘടനാ കാര്യം. പക്ഷേ ഈ വഖഫ് ബില്ല് എന്നുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായതാണ്. മതേതര ചേരിയുടെ പിന്തുണയോടുകൂടി അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ എന്തിനാണ് സങ്കുചിതമായ സംഘടനാ താല്പര്യം ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത്? ഇത് ജമാഅത്തെ ഇസ്ലാമി വഖഫ് പ്രതിഷേധത്തിന്റെ പേരിൽ അവരുടെ സംഘടനാ താല്പര്യം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് വലിയ തോതിലുള്ള സമുദായം വില കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. വലിയ തോതിലുള്ള തെറ്റിദ്ധാരണക്കും പ്രചരണത്തിനും, പ്രത്യേകിച്ചും സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇത്തരം നേതാക്കന്മാരുടെ ചിത്രം ഉപയോഗിച്ച് പ്രതിഷേധം നടത്തുമ്പോൾ വഖഫ് പ്രതിഷേധങ്ങളെ മൊത്തത്തിൽ ആ രീതിയിലുള്ള നിറം ചാർത്തി അതിനെതിരെ അവരുടെ ഒരു പ്രചാരണത്തിനുള്ള അവസരം ഒരുക്കും. ഈ അവസരം ഒരുക്കുന്നതിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്തിരിയണം എന്നുകൂടി ഒരു ആവശ്യം ഈ എഡിറ്റോറിയൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷഹീദിന് നല്ല ദിവസം ആശംസിക്കുന്നു. സോളിഡാരിറ്റി പ്രകടനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിമർശനം മുഖപത്രമായ സിറാജിൽ ഉണ്ടായിരിക്കുന്നത്. അതേപ്പറ്റിയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.